ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഉണ്ടാക്കിയാലോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് 1-2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട്. മഴയായാലും വേനലായാലും ഏത് സമയത്തും നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്നാണ് കൊതുക് ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് കടിച്ചാൽ പിന്നെ നമുക്ക് രാത്രിയായാലും ഉറങ്ങാനും പറ്റില്ല, ആകെ അസ്വസ്ഥതകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ തുരത്താൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് ഞാൻ 1 സ്പൂണ് പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് വറുത്തെടുക്കണം. നല്ലപോലെ കരിയാൻ പാടില്ല, ഇത്ര മാത്രം ആയാൽ മതി. ഇത് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ആയാൽ മതി കേട്ടോ. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് എള്ളെണ്ണ. എള്ളെണ്ണ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കടുകെണ്ണ ചേർത്ത് കൊടുക്കാം. കടുകെണ്ണയോ അല്ല എള്ളെണ്ണയോ ആണ് ഇതിന് നല്ലത്. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യാതെ നമ്മൾക്കൊരു ഡപ്പയിലാക്കി അടച്ച് സൂക്ഷിക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന്, ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള നമ്മൾക്ക് ചിരാതകൾ എടുക്കാം. ഇല്ല എങ്കിൽ മൺചിരാത ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ല എങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ആയാലും മതി. ഇതിന് ഞാൻ ഒരു തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ആഡാക്കി കൊടുക്കാം. നമ്മൾക്ക് എത്ര പാത്രങ്ങളിലാണോ ഇത് ആക്കി വെക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ, ഏതൊക്കെ റൂമുകളിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് കുറച്ചൊരു തിരിയും ഇതും നമുക്ക് ചേർത്തിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്ക് ഈ തിരി കത്തിച്ചിട്ട് നമ്മൾക്ക് ഏതൊക്കെ റൂമിലാണ് നമ്മൾ കിടക്കുന്ന റൂമിലാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിനും ഒരു അരമണിക്കൂറൊക്കെ മുന്നേ നമ്മൾക്കിതൊന്ന് കത്തിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കൊതുക് ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് മാറിക്കിട്ടും. അന്നത്തെ ദിവസം നമുക്ക് കൊതുകിൻ്റെ ശല്യമേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്നും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊതുക് ശല്യം നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ വീടുകളിൽ നിന്ന് മാറിക്കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഒരു തരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് മഞ്ഞളും എള്ളെണ്ണയും പെരിഞ്ചീരകവുമാണ്. അത് നമ്മൾക്ക് നല്ല ആരോഗ്യപരമായിട്ട് നല്ല ഗുണം ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ജനലൊക്കെ ഉണ്ടെങ്കിൽ ആ ജനലിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾക്കിത് വെച്ച് കൊടുക്കാം. വളരെ നല്ലതാണ്. കൊതുകിൻ്റെ ശല്യമൊന്നും പൂർണ്ണമായും നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.